ഹലോ ഗായ്സ്, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് പിടിയും കോഴിയായാലോ. ആക്ച്വലി പിടി ഉണ്ടാക്കാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ട്രഡീഷണൽ രീതിയിലൊന്നും അല്ല ഞാനിത് ഉണ്ടാക്കുന്നത്. കുറച്ച് ഗോതമ്പ് പൊടിയും അരിപ്പൊടിയൊക്കെ കൂടെ മിക്സ് ചെയ്ത് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ മാവ് അത്ര ടൈറ്റ് അല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് മാവെടുത്ത് ബോൾസ് ആക്കി നോക്കിയപ്പോൾ ഓക്കെ ഫൈൻ, അത് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ അത്രയും മാവും ഉരുട്ടി ചെറിയ ചെറിയ ഉരുളകളാക്കി വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ അത് ഒരുവിധം സെറ്റായി. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ നന്നായിട്ട് ബോൾസ് കറക്റ്റായിട്ട് വന്നു. പിന്നെ സാധാരണ ഉണ്ടാക്കുന്നതിലും നിന്ന് ചെറിയ ഒരു വലിപ്പം കൂടിപ്പോയി. അത് സാരമില്ല, നമുക്ക് കഴിക്കാനല്ലേ. അങ്ങനെ ബോളെല്ലാം ഞാൻ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനിടയിൽ ഇത് ഒരാൾ രാവിലെ പണി തുടങ്ങിയിട്ടുണ്ട്. വർക്ക് ഫ്രം ഹോമാ. എന്താ സുഖമല്ലേ. അങ്ങനെ എൻ്റെ പിടി എല്ലാം ഒരുവിധം സെറ്റായി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കോക്കനട്ട് പൗഡർ എൻ്റെ ആയിരുന്നു, അപ്പോൾ അത് ഞാൻ കുറച്ച് വെള്ളത്തിൽ കലക്കി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്പോഴേക്കും അതിൻ്റെ ആ ഒരു ലിക്വിഡില്ല നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു ഇത്തിരി ജീരകപ്പൊടി ഇട്ടായിരുന്നു, അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പക്ഷേ ഇങ്ങനെ ഈ അടപ്പ് തുറക്കുമ്പോൾ ആവി തട്ടുമ്പോൾ നല്ല മണമുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ കോഴിക്കറി ഉണ്ടാക്കിയില്ലേന്ന്. ആക്ച്വലി ഞാൻ കോഴിക്കറി ഇന്നലെ രാത്രി തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ കറികളെല്ലാം രാത്രി ഉണ്ടാക്കി വയ്ക്കും പിറ്റേ ദിവസത്തേക്കുള്ള. അപ്പോൾ നല്ല അതിൻ്റെ ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കും. അങ്ങനെ എൻ്റെ പിടിയും കോഴിയും റെഡിയായി. അതിനിടയിൽ ഞാൻ വിചാരിച്ചു കുറച്ച് കട്ടനും കൂടെ ആയാലോ, കുടിക്കാൻ എന്തെങ്കിലും വേണ്ടേ. ഞങ്ങളിപ്പോൾ രണ്ടുപേർക്കും പനിയായത് കാരണം കുറച്ച് ദിവസത്തേക്ക് പാൽ കൂടി ഒഴിവാക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് ചായയില്ല, കട്ടൻ ചായ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. അതിനിടയിൽ പെട്ടെന്നൊരു കട്ടൻ ചായ റെഡിയാക്കി. എന്നിട്ട് ഞാൻ ചേട്ടനെ വിളിച്ചു, എനിക്കൊന്ന് സെർവ് ചെയ്യുന്ന വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞു. അങ്ങനെ ചേട്ടൻ വന്നു. എൻ്റെ പിടി ഇവിടെ നല്ല തിളച്ചുകൊണ്ടിരിക്കുക. മീൻസ് ഞാൻ തീ ഓഫ് ചെയ്ത് തണുക്കാൻ വെച്ചാൽ ഒരുപാട് കുറുകിപ്പോയാലോ എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെ വിളമ്പി. ആഹാ, അതിങ്ങനെ സെർവ് ചെയ്യുമ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. അടിപൊളി. അങ്ങനെ പിടിയും റെഡി. അതിൻ്റെ കൂടെ കോഴിക്കറിയും കൂടെ കുറച്ചെടുത്ത് വെച്ച് ഞാൻ ചേട്ടനോട് ടേസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. സ്വാദിഷ്ടമായ പിടിയും കോഴിയും റെഡി. ഇങ്ങനൊരു ബ്രേക്ക്ഫാസ്റ്റ് ചേട്ടൻ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല. ചിക്കൻ ഇങ്ങനെ എടുക്കുക, ചിക്കൻ ഗ്രേവി ഇങ്ങനെ കഴിക്കുക. നല്ല ചൂടായത് കാരണം ഞാൻ ഈ കുഴക്കട്ട ചിലപ്പോഴേ കഴിക്കത്തുള്ളൂ. കുഴക്കട്ടയല്ല, പിടി. പിടി നമ്മുടെ നാട്ടിൽ കുഴക്കട്ട എന്ന് പറയും. പാലിട്ട് കുഴക്കട്ട. നല്ല ചൂടുണ്ട്, നല്ല തിളച്ചിരിക്കുക. കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനും പോയി കഴിക്കട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.